മനുഷ്യന്റെ തകർച്ചയോർത്ത് ദൈവപുത്രൻ കരയുകയാണ്. പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറിയുകയും ചെയ്തിട്ടും ദൈവം തിരികെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് ഞാൻ എത്ര പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈശോയുടെ വിലാപമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. സ്നേഹത്തെ തിരസ്കരിക്കുന്നവർ, ദൈവം അവരെ ചേർത്ത് നിർത്താൻ ഇത്രയേറെ ആഗ്രഹിച്ചിട്ടും അതിന് മനസ്സില്ലാത്തവർ, ദൈവത്തിന് മനസ്സിൽ ഇടം കൊടുക്കാത്തവർ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യം: അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും എന്നരുളി ചെയ്ത ദൈവം ഇന്ന് തൻ്റെ സ്നേഹം നിരസിച്ച ജെറുസലേമിനെ കുറിച്ച് വേദനിക്കുകയാണ്. ഈ മക്കളെക്കുറിച്ചുള്ള ഒരമ്മയുടെ വേദന. ഈശോ ഇതുപോലെ നമ്മെക്കുറിച്ചും കരയുന്നുണ്ടാവും. എത്ര വട്ടം മുറിവേൽപ്പിച്ചാലും തള്ളിപ്പറഞ്ഞാലും പിന്നാലെ വരുന്ന ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചും സ്നേഹിക്കാം. ഈശോയെ വേദനിപ്പിക്കാതിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.